ഹലോ എന്റെ പ്രിയപ്പെട്ട ചക്കരക്കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് മലയാളം അക്ഷരങ്ങൾ പഠിച്ചാലോ? മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് എന്റെ കൂടെ ഉറക്കെ പറയണം കേട്ടോ. തയ്യാറാണോ? എന്നാൽ നമുക്ക് തുടങ്ങാം. അ. ആദ്യത്തെ അക്ഷരം അ. എല്ലാവരും എന്റെ കൂടെ പറഞ്ഞേ. അ. അമ്മ. നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. അരണ. മതിലിലൂടെ ഓടിപ്പോകുന്ന അരണ. ആ. അടുത്ത അക്ഷരം ആ. ഉറക്കെ പറഞ്ഞേ. ആ. ആന. വലിയ തുമ്പിക്കൈയുള്ള ആന. ആട്. മേ എന്ന് കരയുന്ന ആട്. ഇ. ഇനി ഇ. എന്റെ കൂടെ പറയൂ. ഇ. ഇല. പച്ച നിറത്തിലുള്ള ഇല. ഇഞ്ചി. കറിയിലൊക്കെ ഇടുന്ന ഇഞ്ചി. ഈ. അടുത്തത് ഈ. ശബ്ദത്തിൽ പറഞ്ഞേ. ഈ. ഈച്ച. പറന്നു നടക്കുന്ന ഈച്ച. ഈറൻ. നനഞ്ഞ വസ്ത്രത്തിലെ ഈറൻ, അതായത് നനവ്. ഉ. ഇനിയുള്ള അക്ഷരം ഉ. പറഞ്ഞോളൂ. ഉ. ഉറുമ്പ്. ചെറിയ കട്ടുറുമ്പ്. ഉപ്പ്. നല്ല ഉപ്പുള്ള ഉപ്പ്. ഊ. അടുത്തത് ഊ. എല്ലാവരും പറഞ്ഞേ. ഊ. ഊഞ്ഞാൽ. ആടി രസിക്കാൻ ഊഞ്ഞാൽ. ഊണ്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഊണ്, അതായത് ഭക്ഷണം. ഹൃ. ഇതൊന്ന് ശ്രദ്ധിച്ചു പറഞ്ഞേ. ഹൃ. ഋഷി. ധ്യാനം ചെയ്യുന്ന ഋഷി. ഋതു. ഭൂമിയുടെ ഭ്രമണവും സൂര്യനുമായുള്ള സ്ഥാനവുമനുസരിച്ച് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി വർഷത്തെ തിരിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളാണ് ഋതുക്കൾ. എ. അടുത്ത അക്ഷരം എ. പറയൂ. എ. എലി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന എലി. എള്ള്. വെളുത്ത നിറമുള്ള എള്ള്. ഏ. ഇനി ഏ. എല്ലാവരും വിളിച്ചേ. ഏ. ഏണി. മുകളിലേക്ക് കയറാൻ ഏണി. ഏലം. നല്ല മണമുള്ള ഏലക്ക. ഐ. അടുത്തത് ഐ. എന്റെ കൂടെ പറയൂ. ഐ. ഐക്യം. ഒരുമ. എല്ലാവരും ചേർന്ന് ഒരുപോലെ നിലകൊള്ളുന്നത്. ഐസ്. നല്ല തണുപ്പുള്ള ഐസ്. ഓ. ഇനിയുള്ള അക്ഷരം ഓ. പറഞ്ഞേ. ഓ. ഒട്ടകം. മരുഭൂമിയിലെ ഒട്ടകം. ഒന്ന്. നമ്പർ 1. ഓ. അടുത്തത് ഓ. ഉറക്കെ പറഞ്ഞേ. ഓ. ഓണം. നമ്മുടെ ആഘോഷം ഓണം. ഓടം. വെള്ളത്തിലൂടെ പോകുന്ന ഓടം, അതായത് വള്ളം. ഔ. ഇനി ഔ. എന്റെ കൂടെ പറയൂ. ഔ. ഔഷധം. അസുഖം വരുമ്പോൾ കഴിക്കുന്ന മരുന്ന്. ഔദ്യോഗിക മുദ്ര. നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക മുദ്ര. അം. അടുത്തത് അം. പറഞ്ഞോളൂ. അം. അംബുജം. താമര. വെള്ളത്തിൽ ജനിച്ചത് എന്നർത്ഥം വരുന്ന സംസ്കൃത വാക്ക്. അംബു എന്ന് പറഞ്ഞാൽ വെള്ളം. അമ്പരം. ആകാശം. അഹ്. അവസാനത്തെ അക്ഷരം അഹ്. ഇത് നമ്മൾ വാക്കുകളുടെ കൂടെയാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ദുഃഖം, അതായത് വിഷമം. ഹായ്, വളരെ നന്നായി പഠിച്ചല്ലോ. എന്റെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളുമാണ് കേട്ടോ. ഇതെല്ലാം വീട്ടിലിരുന്ന് ഇടയ്ക്കിടെ പറഞ്ഞു പഠിക്കണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ. ഉമ്മ.